ഇപ്പോൾ പ്രവർത്തനം റോജി തുടങ്ങി എം ജോണാണ് എന്ന് പറയാം. വിവരങ്ങളുമായി റോജി എം ജോൺ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ റോജി എം ജോൺ, മതേതര മുഖമുള്ളൊരു നേതാവിനെ കൂടിയാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അദ്ദേഹം എന്നും വലിയ ആവേശവും ഊർജവും പകർന്നു നൽകിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഒരു വലിയ കോൺഗ്രസിന്റെ ഒരു മതേതര മുഖമായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കറിയാം, NRC അതുപോലെ തന്നെ CAA വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനാരോഗ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതിഷേധ പരിപാടികൾ, സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രവർത്തകർക്കെന്നും കയറി ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ട TH ആണ് ശ്രീ TH മുസ്തഫ. മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് DCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം വലിയ കരുത്ത് പകർന്നിട്ടുണ്ട്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം സംസ്ഥാനത്ത് പല മേഖലകളിലും പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളപ്പോഴും അതിനെ ഒന്നും ബാധിക്കാതെ ശക്തമായി വലിയ വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അത്തരത്തില് ജില്ലയിലെ കോൺഗ്രസിനെ സജ്ജമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. കാരണം താഴെത്തട്ടിൽ സംഘടനയ്ക്ക് കരുത്ത് പകരുന്നതിന്, സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിലൊക്കെ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കോൺഗ്രസ് എന്ന വികാരം നെഞ്ചിലേറ്റി ആ വികാരം പ്രവർത്തകർക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ഒരു കരുത്തനായ നേതാവാണ്. ജില്ലയിലെ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KPCCയുടെ ഭാരവാഹി എന്ന നിലയിലൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാവാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എപ്പോഴും ഓടിച്ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു. ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നന്ദി ശ്രീ റോജി എം ജോൺ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.